VTS മാളിൽ പഠനോപകരണമേള. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്ക്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്റ്റേഷനറി സാധനങ്ങൾ, യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കല്യാണമാണോ? ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം. ഡ്രസ്സിന് മാച്ച് ആവണം, മേക്കപ്പിന് ഇണങ്ങണം. ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ്. വിദ്യാലയങ്ങൾ തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമപ്രദേശത്ത് പ്രധാന പാതയോരത്ത് പുതുതായി തുറന്ന ബിവറേജ് ഔട്ട്ലെറ്റിന്റെ കാര്യത്തിൽ ആശങ്കയുമായി വീട്ടമ്മമാർ. വണ്ടൂർ അത്താണിക്കലിൽ ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനകീയ സമിതി സമരം ശക്തമാകുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത്. നാട്ടിൻപുറത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലും ബസ് സ്റ്റോപ്പിലുമൊക്കെയായി അന്തിയുറങ്ങുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയതായി നാട്ടുകാർ. രാത്രി സമയങ്ങളിൽ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ അടക്കം ശല്യം ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിക്കുകയാണ്. ഇക്കാരണത്താൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് പ്രധാന ആവശ്യം. ഞങ്ങളുടെ ഈ നാട് ഒരു ഗ്രാമത്തിലുള്ള ഒരു വഴിയാണ് ഈ ബിവറേജ് വെക്കുന്ന സ്ഥലം. ഇവിടെ സംഭവം തുടങ്ങുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ട് നാട്ടുകാരും അറിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ച് ആളുകൾ മാത്രമാണ് അറിഞ്ഞത്. അവർ ഒന്നുകൂടെ പ്രശ്നം ആക്കിയപ്പം പോലീസ് വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റും കാര്യങ്ങളൊക്കെ. അതൊന്നും ഞങ്ങൾ നാട്ടുകാർ അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് സ്ത്രീകൾ എല്ലാവരും ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അതേപോലെ കുട്ടികൾ സ്കൂൾക്ക് പോകണം, ആകെയുള്ള ഒരു വഴി ഇതാണ്. ഒരു 4-5ഓളം കോളനികളും അതുപോലെ വെറും ഗ്രാമമായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഞങ്ങളുടെ നാട്. എല്ലായിടത്തും ടൗണിലും ഒക്കെ ഇങ്ങനെയുള്ള ബിവറേജും കാര്യങ്ങളും തുറക്കില്ല. പക്ഷെ ഇത് ഈ ഗ്രാമത്തിന്റെ ഒരു തലക്കെ കൊടുന്ന് തുറന്നിട്ട് ഞങ്ങൾക്ക് അതിലെ വഴി നടക്കാനോ മദ്യപന്മാര് വന്നിട്ട് കുടിച്ചിട്ടും നമ്മളോട് അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടും ഒക്കെ ഇതിൽ നടക്കാനൊന്നും പറ്റില്ല. രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ ഇതിലൊക്കെ ബസ് ഇറങ്ങിപ്പോണത്. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു സമാധാനം കിട്ടലില്ല. നമ്മളെ മക്കളാണെങ്കിലും ഞങ്ങൾ സ്ത്രീകളാണെങ്കിലും ഇവിടെ വന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് പുരുഷന്മാരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ പേടിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിൽ പോവാറുള്ളത്. നാട്ടിൻപുറത്തെ ആളൊഴിഞ്ഞ പ്രദേശത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങാനായി ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ വാഹനങ്ങളിൽ എത്തുകയാണ്. മദ്യം വാങ്ങിയ ശേഷം വാഹനത്തിൽ ഇരുന്നും തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും മറ്റും ഇരുന്നുമൊക്കെയായി മദ്യപിച്ച് ഇരിക്കുന്നതും രാത്രികാലങ്ങളിൽ അന്തിയുറങ്ങുന്നതും ഒക്കെയാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ബീവറേജ് ഇവിടെ വന്ന് തുടങ്ങിയതിന്റെ ശേഷം ഞങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടിയിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതും വരുന്നതും ഒക്കെ ഈ ഒരു ഒറ്റ പാതയിലൂടെയാണ്. ഞങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 4 സ്ത്രീകൾ ഒരു മരണ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ ഞങ്ങൾ ഈ സൈഡ് ഈ വരത്തു കൂടെ അങ്ങനെ പോയ സമയത്താണ് ഒരു കള്ളുടിയൻ വന്നിട്ട് ഒരു കുപ്പി കാണിച്ചു തന്നിട്ട് കുടിച്ചുകാണ്ട് ഞങ്ങളോട് പല കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ അതിന് ഇങ്ങനെ പ്രതികരിച്ച സമയത്ത് ഞങ്ങളോട് ഇങ്ങോട്ട് കയറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ പ്രദേശത്തുള്ള ഈ തൊടികളിലൊക്കെ വന്നിട്ട് മദ്യപിക്കുകയാണ്. മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുക. ഞങ്ങളെ കുട്ടികൾ പോരുന്ന സമയത്ത്, ഇവിടെ സ്കൂളിലത്തെ കുട്ടികൾ വിട്ടു പോരുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള സംസാരം, ഓരോ സംഗതി കാണിച്ചു കൊടുക്കുക അവർക്ക്. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇതിലെ പോവാന്. രാത്രി സമയത്ത് ഔട്ട്ലെറ്റിന് സമീപമുള്ള റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ അടക്കം ഇവർ വെറുതെ വിടില്ലെന്നും പരാതിയുണ്ട്. മാരക ആയുധങ്ങളുമായി എത്തിയുള്ള ആക്രമണ സംഭവങ്ങളും വർദ്ധിക്കുകയാണ്. പോലീസിൽ പരാതിപ്പെട്ടാലും പരിഹാരം ലഭിക്കുന്നില്ലെന്നും സ്ത്രീകൾ പറയുന്നു. ഇനി വിദ്യാലയങ്ങൾ കൂടി തുറക്കുന്നതോടെ വീട്ടമ്മമാർ ആശങ്കയിലാണ്. കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ സമരം തുടരാനാണ് പാലാമടത്തെ ജനകീയ സമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.